ഇജാതി വർത്താനം പറയുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെയാണോ ഒരു സർക്കാർ സംവിധാനം പിന്തുണയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? ചോദ്യങ്ങൾ വന്നാൽ ഇവർക്ക് മറുപടികളില്ല എന്നുള്ളതാണ്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീർ ഇപ്പോൾ മീഡിയ വണ്ണൊപ്പം ചേരുകയാണ്. ഇന്നലെ വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നേരത്തെ പലതവണ മലപ്പുറത്തിനെ കുറിച്ച് പരാമർശം നടത്തി, പലപ്പോഴും അതിൽ ഉറച്ചു നിന്നു, വീണ്ടും നടത്തി. ഇന്നലെ ഇപ്പോൾ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരായ ചോദ്യം അതിനോട് ക്ഷുഭിതനായ അദ്ദേഹം പ്രതികരിച്ചത്. മലപ്പുറത്തെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, മലപ്പുറത്തുകാരി എന്ന നിലയിൽ എങ്ങനെയാണ് അതിനോട് കാണുന്നത്? വെള്ളാപ്പള്ളിയുടെ പുതുമയുള്ളൊരു പ്രസ്താവനയൊന്നും അല്ല. കാലങ്ങളായി അദ്ദേഹം ആവർത്തിക്കുന്ന കാര്യം ഇന്നലെ വീണ്ടും ആവർത്തിച്ചു. പക്ഷേ ഇത് വൺ വേ സംസാരമാകുമ്പോൾ അദ്ദേഹം മാത്രം സംസാരിക്കുമ്പോൾ ഇല്ലാത്തതിൽ നിന്ന് കവിഞ്ഞ് കുറച്ചുകൂടി ക്വസ്റ്റ്യൻ വന്നപ്പം അദ്ദേഹം ക്ഷുഭിതനാവുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടിട്ടുണ്ടായത്. ചോദ്യങ്ങൾ വന്നാൽ ഇവർക്ക് മറുപടികളില്ല എന്നുള്ളതാണ്. നുണപ്രചാരകരുടെ, വിദ്വേഷ പ്രചാരകരുടെ എക്കാലത്തെയും ഏറ്റവും വലിയ നാശം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ഉയരുന്ന സ്ഥലത്താണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും ഒരു പ്രസ് മീറ്റിന് അഭിമുഖീകരിക്കാത്തത് പ്രിപ്പയർഡ് ആയിട്ടുള്ള, സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ല അഭിമുഖീകരിക്കേണ്ടി വരിക എന്നുള്ളതുകൊണ്ടാണ്. അതുപോലൊരു ചോദ്യം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ചുകൂടി സ്വഭാവം വെളിപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകളിൽ ഞങ്ങൾക്ക് പുതുമ തോന്നേയില്ല. കാലങ്ങളായി അദ്ദേഹം മലപ്പുറത്തെക്കുറിച്ച് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്നേ ആരോപിക്കുന്നതാണ്, കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഒരു മൗത്ത് പീസ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി എന്ന് പറയുന്നത്. കാരണം അത് അദ്ദേഹത്തിന്റെ മാത്രം സ്വതന്ത്ര അഭിപ്രായങ്ങളല്ല. ഏതൊക്കെ സമയത്ത് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ ആ സമയത്തൊക്കെ പിണറായി വിജയൻ നേരിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഏറ്റവും ഉന്നത അംഗങ്ങളോ നേരിട്ട് അദ്ദേഹത്തിന് പിന്തുണയർപ്പിച്ച് അല്ലെങ്കിൽ അത് സമാശ്വസിപ്പിക്കാനായി വരാറുണ്ട്. അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി കൊടുക്കുന്നതിൽ അവരൊക്കെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കേരളത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഉണ്ടാക്കുന്നതിൽ അവർ വഹിക്കുന്ന പങ്കിനെയാണ് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ നേരിട്ടല്ലാതെ ഒരു മൗത്ത് പീസിന്റെ സഹായത്തോടു കൂടി പറയുന്ന പോലെയുള്ള ഒരു വർഗീയ പ്രചരണം തന്നെയാണിത്. പ്രത്യേകിച്ച് നമ്മൾ നിൽക്കുന്നത് പെരിന്തൽമണ്ണയിലാണ്. ഞാനും പെരിന്തൽമണ്ണയുടെ ഒരു ജനപ്രതിനിധിയാണ്. ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലാണ് SNDP കോളേജ് ഇവിടെ നിലനിൽക്കുന്നത്. മലപ്പുറത്ത് അദ്ദേഹത്തിന് കോളേജ് ഇല്ല എന്നാണ് അദ്ദേഹം നുണ പറഞ്ഞത്. നുണയാണ് എന്ന് പെരിന്തൽമണ്ണക്കാർക്ക് അറിയാം, മലപ്പുറത്തുകാർക്കും അറിയാം. കാരണം ഇവിടെ SNDP കോളേജ് നിലവിലുണ്ട്. ഇവിടെ എല്ലാ കോളേജുകളും പ്രവർത്തിക്കുന്നത് പോലെ ആ കോളേജും പ്രവർത്തിക്കുന്നുണ്ട്. അതൊരു പ്രത്യേകമായി ഞങ്ങൾ എടുത്തു പറയുന്നത് ദൗർഭാഗ്യകരമാണ്. ഇത് ഇന്ന സമുദായത്തിന്റെ കോളേജ് എന്നതിനൊക്കെ അപ്പുറത്തേക്ക് ഇവിടെയുള്ള എല്ലാ കോളേജുകളും പ്രവർത്തിക്കുന്ന പോലെ. ഇപ്പൊ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ഒരൊറ്റ ഗവൺമെന്റ് കോളേജേ ഉള്ളൂ. ബാക്കി ഒരുപാട് കോളേജുകളുണ്ട്. ആ കോളേജുകളൊക്കെ സ്വാശ്രയ സ്ഥാപനങ്ങളായാണ് പ്രവർത്തിക്കുന്നത്. അതിലൊരു കോളേജാണ് SNDP കോളേജ്. SNDP കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കോ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കോ അവിടെയുള്ള സാഹചര്യങ്ങളിലോ ഒരു മോശമില്ല. എല്ലാ കോളേജും പോലെ വളരെ ലിബറലായിട്ട് വളരെ മതനിരപേക്ഷതയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സ്ഥാപനം തന്നെയാണിത്. ആ സ്ഥാപനത്തെ ചൊല്ലി ഇവിടെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നേ ഇല്ല എന്ന് പറയുന്നതിനെ ആദ്യം എതിർക്കുക ആ കുട്ടികളായിരിക്കും, അല്ലെങ്കിൽ ആ അധ്യാപകർ, സ്റ്റാഫായിരിക്കും. നമ്മളെല്ലാവരും പുറത്തുനിന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് മുമ്പ് അവരത് പ്രിവെന്റ് ചെയ്യുന്ന ഉറപ്പാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നുണപ്രചരണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുക എന്ന് മാത്രമേ മലപ്പുറത്തുകാർക്ക് പറയാനുള്ളൂ. അങ്ങനെ തള്ളിയതാണ് മലപ്പുറത്ത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഇപ്പോഴും അദ്ദേഹം തുടരുന്നുണ്ട്. അദ്ദേഹം തുടരുന്ന അദ്ദേഹത്തിന്റെ വെളിവില്ലായ്മയാണ്. അതിനെക്കുറിച്ച് നമുക്ക് അഭിപ്രായം പറയാൻ ഒരു കാര്യമില്ല. അദ്ദേഹം തുടരുന്നത് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ വെളിവില്ലായ്മയാണെങ്കിൽ അത് തുടരാൻ അനുവദിക്കുന്നത് സർക്കാരിന്, അതിന്റെ പിന്തുണ നൽകുന്നത്, അത് തുടരാൻ അനുവദിക്കുന്നത് സർക്കാരിന്റെ പിടിപ്പുകേടാണ്. ഇജാതി വർത്താനം പറയുന്ന ഒരു മനുഷ്യനെ ഇങ്ങനെയാണോ ഒരു സർക്കാർ സംവിധാനം പിന്തുണയ്ക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? കൃത്യമായിട്ട് ഒരു സമുദായത്തിനെതിരെ വർഗീയ പരാമർശങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനെതിരെ ഒരു കേസ് എടുത്ത് ജയിലിലടക്കം വകുപ്പുള്ള രൂപത്തിൽ പ്രസ്താവന അദ്ദേഹം നടത്തുന്നുണ്ട്. പക്ഷെ അത് നോർമലൈസ് ചെയ്യപ്പെടും. സർക്കാരിന്റെ പിടിപ്പുകേടാണ്. മുഖ്യമന്ത്രിയുടെ മൗനാനുവാദത്തോടുകൂടിയാണ് അദ്ദേഹം മൗനാനുവാദം എന്നത് മുമ്പായിരുന്നു. കാറ് കയറ്റി കൊണ്ടുപോയത് മുതൽ അത് മൗനാനുവാദമല്ല, പൂർണ്ണമായ പിന്തുണയാണ്. ഏതായാലും മുഖ്യമന്ത്രിയുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വീണ്ടും നടത്തുന്നതെന്ന് തന്നെയാണ് നജ്മ പറഞ്ഞു വെക്കുന്നത്. അൻരൂപിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.